ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോസ് അക്കാദമി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ SST VHSC എക്സാമുകളുമായിട്ട് ബന്ധപ്പെട്ട് ജനറൽ പേപ്പറിൽ നിന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. നമ്മൾ പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ റിവിഷനിൽ പറഞ്ഞു പോകുന്നുള്ളൂ, എല്ലാം നമ്മൾ കവർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതി. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ രൂപീകരണത്തിന് കാരണമായത് ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ടീമായിരുന്നു. ഇനി എന്നാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നത്? 1946 മാർച്ച് 24-നാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നത്. ഇനി ഇതിലെ മെമ്പേഴ്സ് ആരാണെന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. പദവിക് ലോറൻസ്, AV അലക്സാണ്ടർ, സ്റ്റാഫോർഡ് ക്രിപ്സ്, ഇവർ 3 പേരായിരുന്നു ആ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ അതായത് ക്യാബിനറ്റ് മിഷനുമായി ബന്ധപ്പെട്ട മെമ്പേഴ്സ് ആയിട്ട് വന്നത്. ഓക്കെ, അതുപോലെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് നമ്മുടെ ഭരണഘടനയുടെ കരട് രൂപീകരിച്ചത്. അപ്പോൾ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ടോട്ടൽ 7 മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. 7 മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ ചെയർമാൻ BR അംബേദ്കർ ആയിരുന്നു. N ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, KM മുൻഷി, സയ്യിദ് മുഹമ്മദ് സാദുള്ള, അതുപോലെ N മാധവറാവു BL മിത്ര എന്ന് പറയുന്ന വ്യക്തിയെ റീപ്ലേസ് ചെയ്താണ് വന്നത്. പുള്ളിക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം N മാധവറാവു ആണ് അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്തത്. അതുപോലെ TT കൃഷ്ണമാചാരി, അദ്ദേഹം റീപ്ലേസ് ചെയ്ത് DP കെയ്ത്താൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം 1948 മരണപ്പെടുകയുണ്ടായി. ഓക്കെ, അപ്പോൾ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ പ്രധാനപ്പെട്ട ഡേറ്റുകളുണ്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആയിട്ട് ബന്ധപ്പെട്ട്. അതെന്ന് പറയുന്നത് നമുക്കറിയാം എന്നാണ് ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്തത്. ഡിസംബർ 6, 1946-നാണ് ഫസ്റ്റ് മീറ്റിംഗ്. ഡിസംബർ 9-നായിരുന്നു. ഇനി ആദ്യമായിട്ട് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത് ഡിസംബർ 11-നായിരുന്നു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ആരായിരുന്നു? ആദ്യത്തെ ഇലക്ടഡ് പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അല്ലെ? ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുമായി ബന്ധപ്പെട്ട ഓർത്തിരിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഇനി ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില നമ്പേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ച സമയത്ത് 389 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യത്തെ മീറ്റിംഗിൽ 211 പേരാണ് പങ്കെടുത്തത്. പിന്നെ പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് സ്പ്ലിറ്റ് ആയി പോയ സമയത്ത് അതിനുശേഷം 299 ആയിട്ട് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗത്വം കുറഞ്ഞു. അതിനുശേഷം ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം 284-ആണ്. അപ്പോൾ ഈ നമ്പറുകൾ നമുക്ക് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ സാധിക്കണം. ഇത് മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എത്ര പേരാണ് നമ്മുടെ ഭരണഘടനയിൽ ഒപ്പുവെച്ചത്? എത്ര പേരാണ്? 284. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഷെഡ്യൂളുകളെ കുറിച്ചാണ്. ഷെഡ്യൂളുകൾ നമുക്കറിയാം 12 ഷെഡ്യൂളുകളാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ നമുക്കൊരു കോഡ് വെച്ച് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി പഠിച്ചിരിക്കാനായിട്ട് സാധിക്കും. ടിയേഴ്സ് ഓഫ് ഓൾഡ് PM. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ ആൻഡ് ടെറിട്ടറീസിനെ കുറിച്ചാണ് നമ്മൾ ഒന്നാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത്. രണ്ടാമത്തേതിൽ ഇമോളുമെന്റ്സ്, അതായത് നമ്മുടെ എക്സിക്യൂട്ടീവ്സിന്റെ സാലറി മറ്റു ആനുകൂല്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു. മൂന്നാമത്തേതിൽ അഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിജ്ഞ, ഓത്ത് ആൻഡ് അഫർമേഷൻ. ഇനി 6 രാജ്യസഭയെ കുറിച്ച് പറയുന്നു. ഇനി S എന്ന് പറയുമ്പോൾ ഷെഡ്യൂൾഡ് ഏരിയാസ്, ചില പ്രത്യേക ഷെഡ്യൂൾഡ് ഏരിയാസിനെ കുറിച്ച് പറയുന്നു. ഇനി O എന്ന് പറഞ്ഞാൽ അതർ ഷെഡ്യൂൾഡ് ഏരിയാസ്. ഈ അഞ്ചാമത്തെ ES എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അതിനെ കുറിച്ചൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് അതർ ഷെഡ്യൂൾഡ് ഏരിയാസിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അതിനുശേഷം F ഫെഡറൽ സ്ട്രക്ചറിനകത്താണ് നമ്മുടെ ലിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. നമുക്കറിയാം നമുക്ക് 3 ലിസ്റ്റുകളാണുള്ളത് അല്ലെ? സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പം ഈ ലിസ്റ്റുകളെ കുറിച്ചൊക്കെ പറയുന്നത് ഫെഡറൽ സ്ട്രക്ചറിലാണ്, 7ാമത്തെ ഷെഡ്യൂളിലാണ്. ഇനി 8ാമത്തെ ഷെഡ്യൂളിലേക്ക് വരികയാണെങ്കിൽ ഒഫീഷ്യൽ ലാംഗ്വേജസ് 8ാമത്തെ ഷെഡ്യൂള്. ഇനി 9ാമത്തേത് ലാൻഡ് റിഫോംസിനെ കുറിച്ചൊക്കെ പറയുന്ന ഷെഡ്യൂളാണ് 9ാമത്തെ ഷെഡ്യൂള്. ഇനി 10ാമത്തെ ഷെഡ്യൂളാണ് ആന്റി ഡിഫെക്ഷൻ, കൂറുമാറ്റ നിരോധന നിയമത്തെ കുറിച്ച് പറയുന്നതാണ് 10ാമത്തെ ഷെഡ്യൂള്. ഇനി 11ാമത്തെ ഷെഡ്യൂള് പഞ്ചായത്തുകളെ കുറിച്ചൊക്കെ പറയുന്നു. 12ാമത്തെ ഷെഡ്യൂള് മുനിസിപ്പാലിറ്റികളെ കുറിച്ച് പറയുന്നു. പഞ്ചായത്തുകളുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ 29 കാര്യങ്ങളാണ് നമുക്കറിയാം. അതുപോലെ മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ 18 കാര്യങ്ങളാണ്. അപ്പൊ ഈ കോഡ് വെച്ച് നമുക്ക് ഷെഡ്യൂളുകളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കോഡ് കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ സ്റ്റേറ്റ് റീഓർഗനൈസേഷനിലേക്കാണ് കടക്കാൻ പോകുന്നത്.
സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ. നമുക്കറിയാം നമ്മുടെ നാട്ടുരാജ്യങ്ങൾ ഏകദേശം 565ഓളം നാട്ടുരാജ്യങ്ങൾ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തുണ്ടായിരുന്നു. അവയെല്ലാം ഇന്ത്യൻ യൂണിയനിലേക്ക് പിന്നീട് ലയിപ്പിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ 3 നാട്ടുരാജ്യങ്ങൾ മാത്രം ഇന്ത്യൻ യൂണിയനുമായി ചേരാനായിട്ട് വിസമ്മതിച്ച് നിന്നിരുന്നു. ഒന്ന് കാശ്മീർ ആയിരുന്നു. കാശ്മീരിനെ ഇൻസ്ട്രുമെന്റ് ഓഫ് അസേഷൻ വെച്ചിട്ടാണ് കൂട്ടിച്ചേർത്തത്. ഇനി ജുനഗഡിനെ റഫറൻഡം വെച്ചാണ് കൂട്ടിച്ചേർത്തത്. ഹൈദരാബാദിനെ ഓപ്പറേഷൻ പോളോ വഴിയാണ് കൂട്ടിച്ചേർത്തത്. അപ്പോൾ ഈ കാര്യം നമ്മൾ ഓർത്തിരിക്കണം. അതുപോലെ നമുക്ക് ഭരണഘടന സ്റ്റേറ്റ് റീഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് പല കമ്മിറ്റികളും ഉണ്ടായിരുന്നു. എസ് കേദർ കമ്മിറ്റി ഉണ്ടായിരുന്നു 1948. അതുപോലെ JVP കമ്മിറ്റി, പിന്നെ ഫസൽ അലി കമ്മീഷൻ, ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കമ്മീഷനുകൾ എല്ലാം എന്താണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ഒപ്പീനിയൻ ആയിരുന്നു ഈ ആദ്യത്തെ 2 കമ്മീഷനുകൾ മുന്നോട്ട് വെച്ച്, എസ് കേദർ കമ്മിറ്റിയും അതുപോലെ JVP കമ്മിറ്റി. പക്ഷേ ഇതിനുശേഷം പോറ്റി ശ്രീരാമലു എന്ന് പറയുന്ന വ്യക്തി 56 ദിവസം ഹങ്കർ സ്ട്രൈക്ക് അനുഷ്ഠിക്കുകയും അങ്ങനെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലാംഗ്വേജ് ബേസിലുള്ള സംസ്ഥാനമായിട്ട് 1953 ആന്ധ്ര എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകരിക്കപ്പെടുകയും ഉണ്ടായത്. അപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം പിന്നീട് നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് നോക്കിയാൽ നമുക്കറിയാം പല സംസ്ഥാനങ്ങളും ഭാഷാടിസ്ഥാനത്തിൽ തന്നെയാണ് രൂപീകൃതമായിരിക്കുന്നത്. അപ്പോൾ ഭാഷാടിസ്ഥാനത്തെ അംഗീകരിച്ച കമ്മിറ്റി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫസൽ അലി കമ്മീഷൻ ആണ് കേട്ടോ, ഫസൽ അലി കമ്മീഷൻ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ഒന്ന് ഓർത്തിരിക്കണം സ്റ്റേറ്റ് റീഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ ഭരണഘടനയിലേക്ക് കിടക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും വരുന്ന പാർട്ട് 2ലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. പാർട്ട് 2ൽ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ ഇന്ത്യയിലെ പൗരത്വത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് പാർട്ട് 2ൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിന്റെ ഉത്തരം എന്താണ്? പൗരത്വത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് 1955 പ്രകാരം നമുക്ക് 5 രീതിയിൽ ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതാണ്. അത് ഏതൊക്കെയാണ്? ബൈ ബർത്ത്, ബൈ ഡിസെന്റ്, ബൈ രജിസ്ട്രേഷൻ, ബൈ നാച്ചുറലൈസേഷൻ, ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറീസ്. അങ്ങനെ 5 രീതിയിലാണ് നമുക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലഭിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മളൊന്ന് ഓർത്തിരിക്കണം. ഓക്കെ, ഇനി അടുത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാർട്ട് 3യിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3യിലാണ് പറയുന്നത്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ പല രീതിക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ പ്രാവശ്യത്തെ HSSTയുടെ എക്സാംസിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റൈറ്റ് ടു ഈക്വാലിറ്റിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളുകൾ 14 മുതൽ 18 വരെയാണെങ്കിൽ റൈറ്റ് ടു ഫ്രീഡത്തെ കുറിച്ച് പറയുന്നത് 19 മുതൽ 22 വരെ. ഇനി റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 23 ഫോഴ്സ് ലേബറിനെ കുറിച്ചൊക്കെയാണ് പറയുന്നതെങ്കിൽ, അതായത് നിർബന്ധിത വേല നിരോധനത്തെ കുറിച്ച് പറയുന്നെങ്കിൽ 24 ചൈൽഡ് ലേബർ, ബാലവേല നിരോധിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. ഓക്കെ, ഇനി അടുത്ത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത് 25 മുതൽ 28 വരെ. ഇനി കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 29, 30. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ. ഇനി നമുക്കറിയാം റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, റിട്ടുകളെ കുറിച്ച് പറയുന്നത് 32ാമത്തെ ആർട്ടിക്കിളിലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഡിവിഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ചില ആർട്ടിക്കിളുകളും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ആർട്ടിക്കിൾ 17 ഇത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ആർട്ടിക്കിൾ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആണ്. മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസ്സാക്കപ്പെട്ട ആർട്ടിക്കിളാണ്. അതുപോലെ 19A അല്ലെങ്കിൽ 19(1)A 19(1)Aയിൽ എന്താണ് പറയുന്നത്? ഓൾ സിറ്റിസൺ ഹാവ് ദ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ്. അപ്പോൾ പത്രസ്വാതന്ത്ര്യം ഏത് ആർട്ടിക്കിളിന്റെ കീഴിലാണ് വരുന്നത് എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ അതിന്റെ ഉത്തരവും 19(1)A ആയിരിക്കും. റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അതിന്റെ ഉള്ളിലായിരിക്കും ഇത് വരുന്നത്. ഇതുപോലെ ആർട്ടിക്കിൾ 21A ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ ഓഫ് ഏജ് 6 to 14 നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. ഇനി അതുപോലെ ആർട്ടിക്കിൾ 23 നമ്മൾ പറഞ്ഞിരുന്നു, ഫോഴ്സ് ലേബർ നിരോധിക്കുക. അതുപോലെ ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ഫോഴ്സ് ലേബർ ഇതിനെയൊക്കെ നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23. ഇനി ആർട്ടിക്കിൾ 24 പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് 14. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ വേല ചെയ്യുന്നതിൽ നിന്നും ഒഴിവാക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. ഹസാഡസ് ആയിട്ടുള്ള ജോലികളൊന്നും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടുള്ളതല്ല ആർട്ടിക്കിൾ 24 പ്രകാരം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ റിട്ടുകളെ കുറിച്ച് പറഞ്ഞു. നമുക്ക് 5 തരം റിട്ടുകളാണ് ഉള്ളത്. ഒന്ന് ഹേബിയസ് കോർപ്പസ്, ബ്രിങ് ദ ബോഡി, അതായത് ഒരാളെ കാണാതായി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. കേരളത്തിൽ ആദ്യമായി ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്ത ആരാണ്? ഈച്ചര വാര്യർ എന്ന് പറയുന്ന വ്യക്തിയാണ്, ഈച്ചര വാര്യർ. ഓക്കെ, ഇനി മാൻഡമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വി കമാൻഡ്, നാം കൽപ്പിക്കുന്നു. ഒരു
ഒരു സ്ഥാപനം കൃത്യമായിട്ട് അവരുടെ ഫങ്ഷൻസ് ചെയ്യുന്നില്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കുന്ന റിട്ടാണ് മാൻഡമസ്. ഇനി പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യാണ്, അതായത് ഒരു കേസിന്റെ ഫർദർ പ്രൊസീഡിങ്സ് സ്റ്റേ ചെയ്തുകൊണ്ട് പുറപ്പെടുവിക്കുന്ന റിട്ട്. ഇനി സെർഷ്യറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെർഷ്യറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുകയാണ്, അതായത് ലോവർ കോർട്ടിൽ നിന്നും ഹയർ കോർട്ടിലേക്ക് ആ കേസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കുന്ന ആ റിട്ടാണ് സെർഷ്യറി. ഇനി അതുപോലെ കോവാറണ്ടോ എന്ന് പറഞ്ഞ ഒരു റിട്ടും കൂടെ നമുക്ക് ഉണ്ട്. അങ്ങനെ നമുക്ക് 5 റിട്ടുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പോൾ ഈ റിട്ടുകളുടെ കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പാർട്ട് 4ലേക്ക് പോവുകയാണ്. പാർട്ട് 3ലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തു. ഇനി പാർട്ട് 4നെ കുറിച്ച് പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് പാർട്ട് 4ന്റെ ഉള്ളിൽ വരുന്നത്. ആർട്ടിക്കിൾ 44 എന്താണ് പറയുന്നത്? The state shall endeavor to secure for the citizen a uniform civil code through the territory of India. ആ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചുള്ള ഈ ചോദ്യം ഇടയ്ക്കിടയ്ക്കെല്ലാം ചോദിക്കുന്നതാണ്. എന്താണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് സിവിൽ നിയമങ്ങളെല്ലാം ഏകീകരിക്കുക, എല്ലാ മതത്തിലുള്ളവർക്കും സിവിൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരേ നിയമങ്ങളും ഒരേ രീതികളും ഒക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. പക്ഷെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാവിയിലേക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ രാജ്യം ലക്ഷ്യം വെക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് കോടതിയിലൊന്നും നമുക്ക് ഇതിനു വേണ്ടി ബാധിക്കാനോ ഒന്നും സാധിക്കുന്നതല്ല എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കാം. അതുപോലെ പാർട്ട് 4ൽ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുന്നതും എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇനി ആർട്ടിക്കിൾ 49, ദി സ്റ്റേറ്റ് ഷാൾ പ്രൊട്ടക്ട് എവരി മോണമെന്റ് ഓർ പ്ലേസ് ഓഫ് ആർട്ടിസ്റ്റിക് ഓർ ഹിസ്റ്റോറിക് ഇൻട്രസ്റ്റ്. അതായത് ചരിത്രപരമായ പ്രാധാന്യമുള്ള മോണമെന്റ്സ് കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് സംരക്ഷിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 49. ഇനി അതുപോലെ ആർട്ടിക്കിൾ 47 പറയുന്നുണ്ട്, ദി സ്റ്റേറ്റ് ഷാൾ ടേക്ക് സ്റ്റെപ്സ് ടു ഇംപ്രൂവ് പബ്ലിക് ഹെൽത്ത് ആൻഡ് പ്രൊഹിബിറ്റ് കൺസംഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ്. അതായത് മദ്യനിരോധനത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 47 ആണ്. ഇതും ചോദിക്കാൻ സാധ്യതയുണ്ട്. ആർട്ടിക്കിൾ 47 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ആർട്ടിക്കിൾ 47ലാണ് മദ്യനിരോധനത്തെ കുറിച്ച് പറയുന്നത്. അപ്പോൾ മദ്യനിരോധനം എന്ന് പറയുന്നത് ഒരു ഗാന്ധിയൻ ഐഡിയോളജി ആണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. ഗാന്ധിയൻ ആശയമാണ്. ആ ഗാന്ധിയൻ ആശയം, സോഷ്യൽ ആശയം, ലിബറൽ ആശയം, ഇങ്ങനെ 3 ആശയങ്ങളാണ് നമുക്ക് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ വരുന്നത്. അതിലെ ഗാന്ധിയൻ ആശയത്തിന്റെ ഉള്ളിലാണ് നമ്മുടെ മദ്യനിരോധനമൊക്കെ വരുന്നത്. അതുപോലെ കൗ സ്ലോട്ടർ ആർട്ടിക്കിൾ 48ലാണ് ഗോവധ നിരോധനത്തെ കുറിച്ച് പറയുന്നത്. ടു പ്രൊഹിബിറ്റ് ദി സ്ലോട്ടർ ഓഫ് കൗസ് ആൻഡ് അതർ മിൽക്സ് ആൻഡ് ഡ്രോഡ് കാറ്റിൽ ആൻഡ് ഇംപ്രൂവ് their breeds. അപ്പോൾ ഗോവധ നിരോധനത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 48 ആണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പാർട്ട് 4A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ പാർട്ട് ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, പാർട്ട് 4A പാർട്ട് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണെങ്കിൽ പാർട്ട് 4A എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. ആർട്ടിക്കിൾ 51A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുക. നമുക്ക് ഇപ്പോൾ നിലവിൽ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഉണ്ടായിരുന്നത്. തുടക്കത്തിൽ നമുക്ക് 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ 42ാമത്തെ ഭേദഗതി പ്രകാരമാണ് നമ്മൾ ആദ്യത്തെ 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൂട്ടിച്ചേർക്കുന്നത്. 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡഡ് ടു ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി അതിനുശേഷം ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി കൂടി ആഡ് ചെയ്തു, 86 അമെൻഡ്മെന്റ് ആക്ട് ഓഫ് 2002. 11th ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്തായിരുന്നു? 11th ഫണ്ടമെന്റൽ ഡ്യൂട്ടി അതായത് പേരൻസ് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി കൂടി ആഡ് ചെയ്തു. 6 മുതൽ 14 വരെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ഉള്ള ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി കൂടി ആഡ് ചെയ്തു. 86ാമത്തെ അമെൻഡ്മെന്റ് 2002 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി കൂട്ടിച്ചേർക്കപ്പെട്ടത്. അതുപോലെ ഇവിടെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കണം. 1976 ആണ് ഇത് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആദ്യത്തെ 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടികൾ ആഡ് ചെയ്തത്. ഇത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ആഡ് ചെയ്തത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രസിഡന്റിനെ കുറിച്ചാണ്. ഇന്ത്യൻ പ്രസിഡന്റ്. അപ്പോൾ ആർട്ടിക്കിൾ 52 ഇന്ത്യൻ പ്രസിഡന്റിന്റെ നിയമനത്തെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 52 ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ ഏറ്റവും ചെറിയ ഒരു ആർട്ടിക്കിൾ കൂടിയാണ്. ദർ ഷാൾ ബി എ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് വേണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 52. അപ്പോൾ ഇനി ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് പ്രസിഡന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ്. ഇതിൽ പലർക്കും കൺഫ്യൂഷൻ വരുന്നതുകൊണ്ട് തന്നെ ഈ പോർഷനിൽ നിന്ന് എപ്പോഴും തന്നെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ആരൊക്കെയാണ് പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്നത്? പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഇലക്ടറൽ കോളേജിൽ ആരൊക്കെയാണ് ഉള്ളത്
എന്നുള്ളതായിരിക്കും ചോദ്യം വരുന്നത്. അപ്പം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ദ ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ്, അതായത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും എല്ലാ മെമ്പേഴ്സും ഉണ്ടായിരിക്കും. അതുപോലെ ദ ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് ദ സ്റ്റേറ്റ്സ്, എല്ലാ സംസ്ഥാനങ്ങളിലെയും ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് നിയമസഭയിലെ അംഗങ്ങൾ. അതുപോലെ ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ഡൽഹി, പോണ്ടിച്ചേരി, ജമ്മു ആൻഡ് കാശ്മീർ എന്നീ പറയുന്ന യൂണിയൻ ടെറിട്ടറീസിലെ അംഗങ്ങളും. ഇത്രയും പേർക്കാണ് പ്രസിഡന്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നോമിനേറ്റഡ് മെമ്പേഴ്സിന് ഇവിടെ വോട്ട് ചെയ്യാൻ അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. നോമിനേറ്റഡ് മെമ്പേഴ്സിന് പ്രസിഡന്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല. നമുക്കറിയാം സംസ്ഥാനങ്ങളിലൊക്കെ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഉള്ള സംസ്ഥാനങ്ങളുണ്ട്. ഈ ലെജിസ്ലേറ്റീവ് കൗൺസിൽസിലെ അംഗങ്ങൾക്കൊന്നും വോട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ രാജ്യസഭയിൽ 12 പേരെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഈ 12 പേർക്കും ഈ ഇലക്ഷനിൽ പ്രസിഡന്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പൊ ഈ കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ 60 പ്രസിഡന്റിനെ സത്യപ്രതിജ്ഞയെ കുറിച്ച് പറയുന്നത്. 61 പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്ന ഇംപീച്ച്മെന്റിനെ കുറിച്ച് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രസിഡന്റിനെ കുറിച്ച് നമ്മൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് എമർജൻസിയിലേക്ക് വരികയാണെങ്കിൽ അടിയന്തരാവസ്ഥ. 3 തരം അടിയന്തരാവസ്ഥകളാണ് നമുക്കുള്ളത്. ആർട്ടിക്കിൾ 352 പ്രകാരം നാഷണൽ എമർജൻസി ഡ്യൂ ടു എക്സ്റ്റേണൽ അഗ്രഷൻ ഓർ വാർ, പുറത്തുനിന്നുള്ള യുദ്ധമോ എക്സ്റ്റേണൽ അഗ്രഷനോ മൂലമുണ്ടാകുന്ന യുദ്ധങ്ങൾ. ഓക്കെ, അതിൽ ആംഡ് റെബലിയൻ, ഇപ്പോൾ ആംഡ് റെബലിയൻ മൂലം വരുന്ന ഇന്റേണൽ എമർജൻസികളും നമ്മൾ ആർട്ടിക്കിൾ 352 പരിധിയിൽ തന്നെയായിരിക്കും വരിക. ഇനി ആർട്ടിക്കിൾ 356 ആണ് സ്റ്റേറ്റ് എമർജൻസി, സംസ്ഥാനങ്ങളിൽ വരുന്ന എമർജൻസി അടിയന്തരാവസ്ഥകൾ. ഇത് ഈ എമർജൻസി തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ റൂൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ എമർജൻസിയാണ്. ഇനി ആർട്ടിക്കിൾ 360 പ്രകാരം ഫിനാൻഷ്യൽ എമർജൻസി, ഇത് നമ്മൾ ഇന്നേ വരെ ഇന്ത്യയിൽ ഫിനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് 3 തവണയാണ് ഇതുവരെ നാഷണൽ എമർജൻസി വന്നിട്ടുള്ളത്. 1962 ഒന്ന് വന്നു, പിന്നെ അതിനുശേഷം 1971 വന്നു, ഇനി അതുപോലെ 1975. ഈ 1975 ഇന്റേണൽ ഡിസ്റ്റർബൻസ് മൂലം ഉണ്ടായ ഒരു എമർജൻസി ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് എമർജൻസിയുമായി ബന്ധപ്പെട്ട പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഈ ആർട്ടിക്കിൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസി, ആർട്ടിക്കിൾ 356 സ്റ്റേറ്റ് എമർജൻസി, ആർട്ടിക്കിൾ 360 ഫിനാൻഷ്യൽ എമർജൻസി. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.